ഹലോ, നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന അടിപൊളി ഒരു സ്നാക്സ് ആട്ടോ. അതും എന്ത് ടേസ്റ്റാണെന്നറിയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നിട്ടൊന്നുമല്ല. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ രീതിയിൽ ഏറ്റവും നല്ല ടേസ്റ്റായ ഒരു സാധനമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാനിപ്പം ഒരു പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തൊരു സ്നാക്സാണിത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു 10 പേരുണ്ടായിരുന്നു. 7 മുതിർന്നവരും 3 കുട്ടികളുമായിട്ട് 10 പേര് വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തതാണ്. അതും ആദ്യം അവർ കഴിക്കാൻ മടിച്ചു നിന്നെങ്കിലും ഇത്രയും ഉണ്ടാക്കി വെച്ച് അവർ 1, 2 പേര് എടുത്ത് കഴിച്ചതിന് ശേഷം കൊള്ളാമെന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് കഴിച്ചു കഴിഞ്ഞ് ഇത്രയും ഉണ്ടാക്കി വെച്ചതിന് ഒരെണ്ണം പോലും ബാലൻസ് വെച്ചില്ല. ഞങ്ങളുടെ വീട്ടിലുള്ളവരും എല്ലാവരും കൂടെ കഴിച്ച് 4 പേര് അന്നേരം 10, 14 പേര് ഇത്രയും എണ്ണം കഴിച്ചു തീർത്ത്. നിങ്ങൾക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അടിപൊളി ഒരു സ്നാക്സ് കേട്ടോ. നിങ്ങൾ പരമാവധി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അന്നേരം നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെക്കൊണ്ട് ആവുന്ന സപ്പോർട്ട് ചെയ്യുക. പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഒരു സഹോദരൻ്റെ റിക്വസ്റ്റായിട്ട് എടുക്കുക. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന 1 കിലോ ഏത്തയ്ക്ക, 750 ഗ്രാം മൈദ, 250 ഗ്രാം പഞ്ചസാര, 6 മുട്ട, 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. അതിനകത്ത് പഞ്ചസാര ഇത് കൂട്ടരുത്. ഇത് അത്യാവശ്യം നല്ല മധുരം തന്നെയാണ്. അന്നേരം ഇച്ചിരി 50 ഗ്രാം കുറച്ചാലും കുഴപ്പമില്ല. ഇത് പിന്നെ ഏകദേശം നല്ല മധുരമാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കണ്ട് പഞ്ചസാര യൂസ് ചെയ്യുക. അന്നേരം നമ്മൾ അടുത്ത തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക. ജാറെന്ന് പറയുമ്പോൾ ജ്യൂസർ ജാർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ അരിഞ്ഞിടുക. പിന്നെ എനിക്കിത് തോനെയായതുകൊണ്ട് ഇത് 2-3 വട്ടമായിട്ടാണ് എനിക്ക് ജ്യൂസറിനകത്തിട്ട് അടിച്ചെടുക്കേണ്ടി വന്നത്. അന്നേരം ഇതെല്ലാം കൂടെ ഇട്ട് നിങ്ങൾ ജ്യൂസറിനകത്തിട്ട് അടിച്ചെടുക്കുക. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് ഉണ്ടെങ്കിൽ 4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അതുകൊണ്ടാണ് 4 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന 2.5 ഗ്ലാസ് വെള്ളം, 1/4 ടീസ്പൂണ് സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഉപ്പെന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും കൂട്ടിന് വേണ്ടിയാണ് 1/4 ടീസ്പൂൺ ഉപ്പെടുത്തത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രമാണ് ഉപ്പെടുത്തത്. അന്നേരം പിന്നെ നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടുള്ള 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. ഇത്രയും ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ 2-3 വട്ടമായിട്ടാണല്ലോ അരച്ചെടുത്തത്. അതുകൊണ്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. നിങ്ങൾ 2-3 വട്ടമായിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്നുകൂടെ ഒന്ന് എടുക്കേണ്ടതാണ്. ഉപ്പിടുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ മാത്രമേ ഉപ്പിടാവുള്ളൂ. അന്നേരം അത് നിങ്ങൾ നോക്കിയിടുക. നമുക്ക് 2 രീതി തയ്യാറാക്കി എടുക്കാം. അതിലൊരു തയ്യാറാക്കി എടുക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇതാകുമ്പോൾ ഒന്നുകൂടെ എളുപ്പമാണ്. നമ്മൾ ഗ്ലാസ്സിനകത്തോട്ട് മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാതിന് ശേഷം ഇതേപോലെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതാകുമ്പോൾ ഒന്നുകൂടെ എളുപ്പമാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അന്നേരം നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരു നെയ്യപ്പം മാതിരി ഇരിക്കത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ ഗ്ലാസ്സിലൊഴിച്ച് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ അവർ ആദ്യം നെയ്യപ്പമാണെന്ന് വിചാരിച്ച് വന്ന വിരുന്നുകാർ. എന്നിട്ട് അവർ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് നെയ്യപ്പം ഉണ്ടാക്കി തന്നെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട പോലായിരുന്നു ആദ്യം. കാരണം നമ്മൾ സൽക്കരിച്ച് ശരിയായില്ലെന്നുള്ളൊരു മട്ട് പോലെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന്. കാരണം പുള്ളിക്കാരനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ 1-2 പേരെടുത്ത് കഴിച്ചതിന് ശേഷമാണ് ഇത് നെയ്യപ്പം അല്ലെന്നും ഇത് അടിപൊളി ഒരു സ്നാക്സാണ്, നിങ്ങളൊന്ന് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. പിന്നെ ഒരു രീതി തയ്യാറാക്കി എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊന്നുകൂടെ കാണാൻ ഭംഗിയായിരിക്കും. മറ്റേ നെയ്യപ്പം മാതിരിയല്ലേ നമ്മളിരുന്നത്. ഇതൊന്ന് കാണാൻ ഒരു കേക്കിൻ്റെ ലുക്കൊക്കെ കാണും. നല്ല രസമായിരിക്കും കാണാൻ. അതിനുശേഷം നമ്മളൊരു തവി എടുത്തിട്ട് നമ്മൾ എണ്ണ എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചു വെക്കുക. അത് എണ്ണ ചൂടാവണം. അതേപോലെ തന്നെ തവി ഒന്ന് ചൂടാകാൻ വേണ്ടി 2 മിനിറ്റ് അതിനകത്ത് വെച്ചിരിക്കണം. വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു മാവ് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ അതിൻ്റെ പുറത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിന് പിന്നെ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. മറ്റേ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. ഇതാകുമ്പോൾ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ച് ആ എണ്ണ ഫ്രൈ പാനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ അത് ഇളകി വരത്തുള്ളൂ. ഇത് പുതിയ എണ്ണ ഇങ്ങനെ നമ്മൾ തവി കൊണ്ട് തന്നെ കോരി ഒഴിക്കാം. നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുന്നതാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക. പിന്നെ ഇത് ആകെപ്പാടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ സമയം പിടിക്കും. മറ്റേ നെയ്യപ്പം പോലെ ഇരിക്കുമെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സമയം പിടിക്കും. ഇത് ഇച്ചിരി കുറച്ചുകൂടെ നിങ്ങൾ അവിടെ കെയർ ചെയ്ത് നിൽക്കുകയും ചെയ്യണം. ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയും ചെയ്യണം. അന്നേരം മറ്റേ ആകുമ്പോഴത്തേക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാം. അതേപോലെ തന്നെ തീ പരമാവധി കുറച്ചിടുക. തീ ഒരുപാട് കൂട്ടിയിടരുത്, ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് മാത്രമേ പറയുന്നത്. ഉള്ളു കൂടെ വേവാൻ വേണ്ടി ഒരു മീഡിയം രീതിയിൽ തീ ഇടുക.
അന്നേരം നിങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ട് ചെയ്യുക. അന്നേരം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.